ഇത്രയും വെയിറ്റ് ഉണ്ട്. ഹലോ ഗൈസ്, ഇന്നാണ് എൻ്റെ ഡേ 7 ഗൈസ്. ഞാൻ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ തീരത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിന്റെ ഈ ഭാഗത്തിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള ഒരു ഭാഗമാണ്. ഒരുപാട് മരങ്ങളും നല്ല കിളികളുടെ ശബ്ദവും. പാർക്ക് കണ്ടില്ലേ ഗൈസ്? ഇനി എന്നും രാവിലെ നമ്മൾ ഈ പാർക്കിലായിട്ട് വരുന്നതാണ്. ഈ മരത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴേ ഇതിനൊരു കണ്ണിച്ചോരുണ്ടായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ സെൽഫ് ഡിസിപ്ലിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ്. എൻ്റെ നോഫാപ്പ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, വെയിറ്റ് ലോസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്, ഫുഡും ഡയറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഈ പാർക്കിൽ ആരുമില്ല ഗൈസ്. അങ്ങനെ ഈ പുല്ലൊന്ന് കണ്ടപ്പോഴേ ഇവിടെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടാണ് ഈ ഓട്ടം. ഞാനും വിചാരിച്ചില്ല പെട്ടെന്ന് 95 കിലോ ആയെന്നേ. ഭക്ഷണം അധികം കഴിച്ചാണ് ഇപ്പം ഈ കാണുന്ന ഈ പരുവത്തിലോട്ടായത്. അൽഹംദുലില്ലാ, എന്ത് സുഖമാണെന്നറിയാം ഇവിടെ ഇങ്ങനെ കിടക്കാൻ. ഇങ്ങനെയാണ് തോന്നുന്നു. ഓ, ഇവിടെ ആരുമില്ല. നല്ലൊരു ഇളം കാറ്റ്, ഇളം വെയിൽ. ആഹാ. ഹലോ. ഭയങ്കര സന്തോഷം, എന്താണെന്ന് അറിയില്ല. എന്ത് ഭംഗി ഈ പൂവിനെ കാണാൻ. ഞാൻ എന്നും രാത്രി ഇവിടെ വരുന്നതാണ്, പക്ഷെ ഇന്നാണ് ഈ ഒരു പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. ഈ ബ്ലൂ കളറും ഇവിടെ കുറച്ച് ചെടിയും, എന്ത് ഭംഗിയാണ് ഗൈസ്. ഇത്രയും നല്ലൊരു സ്ഥലം എൻ്റെ റൂമിന്റെ അടുത്ത്, ഇത്രയും നല്ല പാർക്ക്. ഞാൻ എന്നും രാത്രി വരുന്ന സ്ഥലം, ഒരാഴ്ചയിൽ ഒരു 5-6 വട്ടമെങ്കിലും ഞാൻ വരുന്ന സ്ഥലത്ത്. എനിക്ക് ഇന്ന് കിട്ടിയതുപോലെ ഒരു പീസ്ഫുൾനെസ് ഇതുവരെ ഈ സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല. എന്ത് മനോഹരമാണ് ഈ ചെടിയൊക്കെ, എന്ത് ഭംഗിയാണ്, എന്ത് ഭംഗിയാണ് ഗൈസ്. എന്തുകൊണ്ട് എനിക്ക് ഇതിനു മുമ്പ് ഇതൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. സൺ ടാൻ അടിച്ചാലും വൈറ്റമിൻ ഡി കിട്ടും, ഇതുപോലത്തെ കാഴ്ചകൾ കിട്ടും. പുരുഷന്മാർക്ക് കുറച്ച് സൺ ടാൻ ഒക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല ഗൈസ്. കുറച്ച് വെയിലൊക്കെ കൊള്ളാം, അധികമല്ല കേട്ടോ, കുറച്ച് വെയിലൊക്കെ കൊള്ളാം. ഇവിടെ നല്ലൊരു കോഫി ഷോപ്പ് ഉണ്ട് ഗൈസ്. ഞാൻ എന്നും ഇവിടെ വരുന്നതാണ്. ഇന്ന് അവധി ആയതുകൊണ്ടാണ്, ഫ്രൈഡേ ആയതുകൊണ്ടാണ് നേരത്തെ വ്ളോഗ് എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഓക്കെ ഗൈസ്, bye.